നമുക്കിന്ന് കേരള പദ്ധതികൾ നോക്കാം. മാതൃയാനം പ്രസവശേഷം അമ്മയെയും കുഞ്ഞിനെയും സൗജന്യമായി വാഹനത്തിൽ വീട്ടിലെത്തിക്കുന്ന ആരോഗ്യ വകുപ്പിൻ്റെ പദ്ധതിയാണ് മാതൃയാനം. എന്താണ്? പ്രസവശേഷം അമ്മയെയും കുഞ്ഞിനെയും സൗജന്യമായി വാഹനത്തിൽ വീട്ടിലെത്തിക്കുന്ന ആരോഗ്യ വകുപ്പിൻ്റെ പദ്ധതിയാണ് മാതൃയാനം. ജനനി ജന്മരക്ഷാ പദ്ധതി പട്ടികവർഗക്കാരായ ഗർഭിണികൾക്ക് 18 മാസം വരെ പ്രതിമാസം 2000 രൂപ നൽകുന്ന പദ്ധതി. ജനനി ജന്മരക്ഷ എന്താ? പട്ടികവർഗക്കാരായ ഗർഭിണികൾക്ക് 18 മാസം വരെ പ്രതിമാസം 2000 രൂപ നൽകുന്ന പദ്ധതി. മാതൃജ്യോതി ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രതിമാസം 2000 രൂപ നൽകുന്ന പദ്ധതി. മാതൃജ്യോതി എന്താ? ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രതിമാസം 2000 രൂപ നൽകുന്ന പദ്ധതിയാണ് മാതൃജ്യോതി. സ്പേസ് രോഗാവസ്ഥ കാരണം ഗൃഹാധിഷ്ഠിത പഠനം നടത്തുന്ന ഭിന്നശേഷി കുട്ടികൾക്കായി ഭിന്നശേഷി സൗഹൃദ പഠനം മുറിയൊരുക്കുന്ന പദ്ധതിയാണ് സ്പേസ്. എന്താണ്? രോഗാവസ്ഥ കാരണം ഗൃഹാധിഷ്ഠിത പഠനം നടത്തുന്ന ഭിന്നശേഷി കുട്ടികൾക്കായി ഭിന്നശേഷി സൗഹൃദ പഠന മുറിയൊരുക്കുന്ന പദ്ധതിയാണ് സ്പേസ്. റൈസ് പറഞ്ഞാൽ ഡിഫറൻറ്റ് ആർട്സ് സെൻറ്റിലെ ഭിന്നശേഷി കുട്ടികൾക്കായി ആരംഭിക്കുന്ന കായിക പരിശീലന പദ്ധതിയാണ് റൈസ്. റൈസ് എന്താ? ഡിഫൻറ്റ് ആർട്സ് സെൻറ്റിലെ ഭിന്നശേഷി കുട്ടികൾക്കായി ആരംഭിക്കുന്ന കായിക പരിശീലന പദ്ധതി. അടുത്ത് ക്ലിക്ക് ഡിഫറൻറ്റ് ആർട്സ് സെൻറ്റിലെ ഭിന്നശേഷി കുട്ടികൾക്ക് ഫോട്ടോഗ്രാഫിയിൽ പ്രാവീണ്യം നൽകുന്നതിനായി ആരംഭിക്കുന്ന പദ്ധതിയാണ് ക്ലിക്ക്. ക്ലിക്ക് എന്താ? ഡിഫറൻസ് ആർട്സ് സെൻറ്റിലെ ഭിന്നശേഷി കുട്ടികൾക്ക് ഫോട്ടോഗ്രാഫിയിൽ പ്രാവീണ്യം നൽകുന്നതിനായി ആരംഭിക്കുന്ന പദ്ധതി. സമഗ്ര കേരള നോളജ് ഇക്കണോമി മിഷൻ്റെ നേതൃത്വത്തിൽ ഭിന്നശേഷിക്കാർക്കായി നടപ്പാക്കുന്ന തൊഴിൽ പദ്ധതിയാണ് സമഗ്ര. സമഗ്ര എന്താ? കേരള നോളജ് ഇക്കണോമി മിഷൻ്റെ നേതൃത്വത്തിൽ ഭിന്നശേഷിക്കാർക്കായി നടപ്പാക്കുന്ന തൊഴിൽ പദ്ധതിയാണ് സമഗ്ര. കാറ്റാടി ആദിവാസി വിഭാഗത്തിലെ ഭിന്നശേഷിക്കാരുടെ ജീവിത നിലവാരമുയർത്താൻ സംസ്ഥാന പട്ടികവർഗ വികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് കാറ്റാടി. കാറ്റാടി എന്താ? ആദിവാസി വിഭാഗങ്ങളിലെ ഭിന്നശേഷിക്കാരുടെ ജീവിത നിലവാരമുയർത്താൻ സംസ്ഥാന പട്ടികവർഗ വികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി. അടുത്ത ശ്രുതി തരംഗം ശ്രവണപരിധി നേടുന്ന കുട്ടികൾക്കായുള്ള സംസ്ഥാന സർക്കാരിൻ്റെ കോക്ലിയർ ഇംപ്ലാന്റേഷൻ പദ്ധതിയാണ് ശ്രുതി തരംഗം. ശ്രുതി തരംഗം എന്താണ്? ശ്രവണപരിധി നേരിടുന്ന കുട്ടികൾക്കുള്ള സംസ്ഥാന സർക്കാരിൻ്റെ കോക്ലിയർ ഇംപ്ലാന്റേഷൻ പദ്ധതിയാണ് ശ്രുതി തരംഗം. അടുത്ത ശ്രുതിപാഠം കാഴ്ച പരിമിതമായ വിദ്യാർത്ഥികൾക്കായി ശബ്ദപുസ്തക ലൈബ്രറി പദ്ധതിയാണ് ശ്രുതിപാഠം. ശ്രുതിപാഠം എന്താണ്? കാഴ്ച പരിമിതമായ വിദ്യാർത്ഥികൾക്കായി ശബ്ദപുസ്തക ലൈബ്രറി പദ്ധതി. അനുയാത്ര ഭിന്നശേഷി കുട്ടികളുടെ ഉന്നമനവും ക്ഷേമവും ലക്ഷ്യമാക്കി സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന പദ്ധതിയാണ് അനുയാത്ര. അനുയാത്ര എന്താണ്? ഭിന്നശേഷി കുട്ടികളുടെ ഉന്നമനവും ക്ഷേമവും ലക്ഷ്യമാക്കി സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതി.